വാർത്തകൾ വിശദമായി. കേരളത്തിലെ പ്രമുഖ യുവനടിയെ 2 യുവാക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തൽ. കൊച്ചിയിലെ ലുലു മാളിൽ വെച്ചാണ് സംഭവമുണ്ടായത്. 2 യുവാക്കൾ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിച്ചുവെന്നും പിന്തുടർന്നുവെന്നും നടി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. നടി പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് മാളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. നിസ്സാരവൽക്കരിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ MC ജോസഫൈൻ പറഞ്ഞു. എന്തായാലും സ്ത്രീകളെ ഇത്തരം അപകട സന്ധികളിൽ അധീരരാകാതെ ഉടനടി പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണമെന്നാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ഇവിടെ നടിയെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടായ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ സമൂഹത്തോട് ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. എല്ലാ പിന്തുണയും അവർക്കുണ്ട്. ഞാൻ അടുത്ത ദിവസം തന്നെ ആ കുട്ടിയെ പോയി കാണുന്നതാണ്. സ്വമേധയാ ഞങ്ങൾ അങ്ങനെയാണ്. ഇതിൻ്റെ നിന്ന് വായിച്ചല്ലോ ഞാൻ. അതിന് പരാതിയുടെ ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് പോലീസ് പരിശോധിക്കണം. അതിന് റിപ്പോർട്ട് വനിതാ കമ്മീഷന് നൽകുകയും വേണം. വനിതാ കമ്മീഷൻ ഇന്ന് തന്നെ പോലീസിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ അയക്കുന്നതാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദമായിട്ടാണ് തനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി ചെറുപ്പക്കാരിയായ നടി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്, എഴുതിയത്. അതിന്മേലിപ്പോൾ ഉറപ്പായിട്ടും നടപടിയെടുക്കുമെന്ന് MC ജോസഫൈൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ആ ദിശയിലേക്ക് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ? സ്വാഭാവികമായിട്ടും ലുലു മാളിൽ വെച്ചാണെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമല്ലോ, അല്ലേ? അത്തരം കാര്യങ്ങളിലേക്ക് കടന്നുപോകും. തീർച്ചയായും സനീഷ്, പൂർണ്ണമായ നിരീക്ഷണ സംവിധാനങ്ങളുള്ള ഇടമാണ് ലുലു മാൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. രാവിലെ തന്നെ ഈ നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ലുലു മാൾ അധികൃതർ തന്നെ സ്വമേധയാ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും നിയമ നടപടികൾക്കായി പോലീസിന് നൽകുകയും ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അവർ അതിന്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മാൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ വിവരം ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ നടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും തങ്ങൾ ഒരു രേഖാമൂലമുള്ള ഒരു പരാതി നൽകില്ല എന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിലും വനിതാ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ഒപ്പം സമൂഹ മാധ്യമത്തിൽ നടി പരസ്യമായി പോസ്റ്റ് ഇട്ട സാഹചര്യത്തിൽ സ്വമേധയാ തന്നെ കേസെടുക്കാൻ കഴിയുമെന്ന് പോലീസും അറിയിച്ചിരിക്കുന്നു. കളമശ്ശേരി കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമൂഹ മാധ്യമത്തിലെ വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം ലുലു മാളിൽ എത്തി ഈ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിക്കും. അതിനുശേഷമാവും തുടർ നടപടികൾ ഉണ്ടാവുക. നടിയുടെ കുടുംബത്തെ രാവിലെ തന്നെ കളമശ്ശേരി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് 22 വരെ ഷൂട്ടിംഗ് തിരക്കായതിനാൽ അതിനുശേഷമേ കാണാൻ കഴിയൂ എന്ന് നടിയുടെ കുടുംബം അറിയിച്ചിട്ടുമുണ്ട്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. ഇപ്പോൾ അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ആശ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇവിടെ ആ കുട്ടി, യുവനടി പരാതി പോലീസിന് ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അവർക്കുണ്ടായ ദുരനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വിധത്തിൽ നടപടി പോലീസ് സ്വീകരിക്കാനാകും? ഏത് വിധത്തിലുള്ള നടപടിയാണ് എടുക്കേണ്ടത്? എത്രക്ക് വേഗത്തിൽ? നോക്കൂ, ഇത് നടപടി എടുക്കാവുന്ന ഒരു ഒഫൻസ് ആണ്. ഇത് സ്റ്റോൾക്കിംഗ് എന്ന് പറഞ്ഞൊരു കേസുമായിട്ടും അതുപോലെ സെക്ഷൽ ഹറാസ്മെന്റും ഒക്കെ ആയിട്ട് വരും. പൊതു ഇടങ്ങളിൽ വെച്ച് സ്ത്രീകളെ വളരെ അരക്ഷിതരാക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് വർഷങ്ങളായിട്ട്. എന്നാൽ മറ്റ് മെട്രോ സിറ്റികളിലോ അവിടുത്തെ മാളുകളിലോ പോയ ഇത്തരം സംഗതികൾ വളരെ റെയറാണ്. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷെ കേരളത്തിലെ സ്ത്രീകളുടെ നേരെയുള്ള, പ്രത്യേകിച്ച് പൊതു ഇടങ്ങളുടെ നേരെയുള്ള ഈ കയറിപ്പിടുത്തങ്ങൾ വളരെ കൂടുതലാണ്. അത് എത്രയും നമ്മൾ പുരോഗതി പറഞ്ഞിട്ടും എത്രയേറെ ഗവൺമെന്റും പോലീസും ജാഗരൂകരായിട്ടും ഇപ്പൊ CCTV ഉണ്ടായിട്ടും ഒന്നും ആളുകൾ നിർത്തുന്നില്ല. യഥാർത്ഥത്തില് ഇവിടെ ചികിത്സ വേണ്ട ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരെയാണ് ഇവിടെ ചികിത്സിക്കേണ്ടത്. ഇപ്പോ ഈ ഒരു വിഷയം ആ പെൺകുട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പുറത്ത് പറഞ്ഞത് നന്നായി. കാരണം ഇത്രയും ഒരു ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ പോലും കയറി പിടിക്കാൻ ഇവിടുത്തെ ആണഹന്തയ്ക്ക് മടിയില്ല എന്നുള്ളത് ലോ ആൻഡ് ഓർഡറിനെ അവർക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ്, നിയമവാഴ്ചയെ അവർക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വനിതാ കമ്മീഷൻ ഇടപെടുന്നു. പോലീസ് ആ പെൺകുട്ടിയുടെ പരാതി ഇല്ലെങ്കിലും നടപടിയെടുക്കാമെന്ന് പറയുന്നു. എന്നൊക്കെയുള്ളത് ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കുകയാണ്. ആ പെൺകുട്ടി പരാതി പറഞ്ഞാലില്ലെങ്കിലും നിങ്ങൾക്കെതിരെ കേസ് വരും എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് പല രീതിയിലും അത് അക്രമം നടത്തുന്ന ആളുകളെ അതിൽ നിന്നും തടയും. അതൊരു ഭയപ്പെടുത്തുന്ന ഇഫക്റ്റ് ഉണ്ടാക്കുന്ന നിയമത്തിന്റെ ഡെറ്ററന്റ് ഇഫക്റ്റ് ഓഫ് ലോയാണത്. യഥാർത്ഥത്തിൽ ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. സ്ത്രീകളുടെ നേരെ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ കണ്ടിന്യൂസ്ലി ആ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടും പിന്നാലെ നടന്ന് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു
സ്റ്റോക്കിംഗ് കൂടിയാണ്, കുറ്റകരമായ പിന്തുടരൽ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, പോലീസ് ആക്ട് പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും ഒക്കെ കേസെടുക്കാവുന്ന വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. എല്ലാവർക്കും വളരെ തമാശയോ അല്ലെങ്കിൽ പൂവാല ശല്യം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സംഗതിയാണ് ബസ്സിൽ കയറി പിടിക്കുക, ബസ് സ്റ്റോപ്പിൽ കയറി പിടിക്കുക, ഓട്ടോറിക്ഷയിൽ കയറി പിടിക്കുക, ബസ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പക്ഷെ അത് വളരെ സ്ട്രിഞ്ചന്റ് ആയി നിയമം മാറിയിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഇടപെടൽ. എന്തായാലും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും വനിതാ കമ്മീഷന്റെ നിശ്ചയമായിട്ടും ഇതിൽ പോലീസിന് നടപടി ഉണ്ടാകുമായിരിക്കും. കാരണം അത് സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ ലുലു മാൾ പോലുള്ള ഒരിടത്ത് ഈ എല്ലായിടത്തും ഈ CCTV സംവിധാനങ്ങളൊക്കെ ഉള്ളതാണല്ലോ. നിശ്ചയമായിട്ടും ഈ ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഒക്കെ സാധിച്ചേക്കും. ഇവിടെ പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതിനെതിരെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ തന്നെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നാട്ടിൽ പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ടുണ്ടായിട്ടും ഇതിന് കുറവുണ്ടാകുന്നില്ല എന്നൊരു വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതുണ്ടോ? അതായത് എത്ര ശക്തമായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടും നിയമപരമായിട്ട് കാര്യങ്ങളിലേക്ക് പോയിട്ടും ഒന്നും അത് മാറിപ്പോകുന്നില്ല. ആളുകളുടെ വേറെ തരത്തിലുള്ളൊരു ബോധവൽക്കരണം വേണം എന്ന ഒരു നിലയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ എവിടെ വെച്ചാലും സ്ത്രീകളുടെ നേരെ അതിക്രമിക്കാനുള്ള ഒരു ധൈര്യം ഇവിടുത്തെ ആൺവർഗത്തിന് ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സെറ്റപ്പ് നമ്മൾ പൊളിച്ചടക്കേണ്ടതുണ്ട്. രണ്ട്, ഈ പെൺകുഞ്ഞ് പറയുന്നു, ഞാൻ ആ സമയത്ത് പ്രതികരിച്ചില്ല, ഞാൻ ഭയപ്പെട്ടു പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അവള് ഫ്രീസ്ഡ് ആയി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഈ രണ്ടിൽ നിന്നും മാറ്റം വരുത്തണം. എന്നെ നേരെ ഒരാൾ അതിക്രമിക്കാൻ വന്നാൽ ഉടനെ അയാളെ തിരിച്ച് ആക്രമിക്കാനുള്ള ധൈര്യവും കരുത്തും കൊടുക്കുന്ന പെൺകുഞ്ഞുങ്ങളായി, സ്ത്രീകളായി നമ്മളെ കുട്ടികളെ വളർത്തണം. പ്രൈവറ്റ് ഡിഫൻസ്, സെൽഫ് ഡിഫൻസ്, IPCയിലെ 96 മുതൽ 106 വരെയുള്ള സെക്ഷൻ, നിങ്ങളുടെ ശരീരത്തിനും യശസ്സിനും സ്വത്തിനും നേരെ ആരതിക്രമിച്ചാലും അയാൾക്ക് മരണം വരെ സംഭവിച്ചാലും നിങ്ങൾ കുറ്റവാളിയല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള സെക്ഷനുകളുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ആ രീതിയിലുള്ള കായികവുമായിട്ടുള്ള കളികളിലും സ്പോർട്സിലുമെല്ലാം ഏർപ്പെടുത്തി പെൺകുഞ്ഞുങ്ങളെ കളിക്കളത്തിലിറക്കി അവർക്ക് ആരോഗ്യമുള്ളവരാക്കി മാറ്റി, അല്ലാണ്ട് വണ്ണം കുറച്ച് ആരോഗ്യമില്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ടുള്ള രൂപത്തിലല്ല ആക്കേണ്ടത്. ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ച് സ്പോർട്സ് ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിനുള്ള മറ്റ് മെക്കാനിസംസ് ഒക്കെ അവർ പഠിച്ച് അവർ സജ്ജരായിട്ടിരിക്കണം. ഒപ്പം തന്നെ ഈ നിയമമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അതിക്രമിക്കാൻ പാടില്ല, ഫെല്ലോ ബീയിങ്സിനോട് ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ ക്വാളിറ്റിയാണ് എന്ന രീതിയിൽ ആൺകുട്ടികളെയും വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പോലീസിനും വനിതാ കമ്മീഷനും സർക്കാരിനും പരിമിതികളുണ്ട്. പക്ഷെ അവർക്ക് ഇതിന്റെ എന്താ പറയാ, അത് പറയുന്ന, പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്ന വാഹകരാകാം. നിയമങ്ങൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് സത്വരമായ നടപടികൾ എടുത്തുകൊണ്ട് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നടപടിയെടുത്താൽ ഇതിന്റെ ഡിറ്ററന്റ് ഇഫക്റ്റ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, പക്ഷേ പെട്ടെന്ന് പ്രതികരിക്കാനായില്ല എന്ന അവരുടെ ഒരു സമ്മതത്തെ, അല്ലെങ്കിൽ അങ്ങനെ അവർ പറയുന്നതിനെ നമ്മൾ ആ നിലക്ക് കൂടെ കാണേണ്ടി വരില്ലേ? അത് താങ്കൾ അങ്ങനെയല്ല പറഞ്ഞതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുകയാണെങ്കിൽ അത് അവരൊരു സിനിമാ താരമാണ്, ഒരു സെലിബ്രിറ്റിയാണ്. നിശ്ചയമായിട്ടും ഒരുപാട് ആളുകൾ മൊബൈൽ ക്യാമറയുമായിട്ട് നടക്കുന്ന ഇടമാണ് ഈ ലുലു മാൾ. അവരുടൻ തന്നെ പകർത്തപ്പെടുകയും ഈ തല്ലിയ നടിക്കെതിരായിട്ട് ഒരു വലിയ സോഷ്യൽ മീഡിയ പ്രതികരണം ഉണ്ടാവുകയും അത് വല്ലാത്ത തോതിൽ അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെയും സാധാരണമായിട്ടുള്ള സമാധാനത്തോടെയുള്ള വ്യക്തി ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് അങ്ങ് വളരുകയും ചെയ്യില്ലേ? അപ്പോൾ നിശ്ചയമായിട്ടും അപ്പോൾ അത് ചെയ്യാതിരുന്നതിനുള്ള കാരണങ്ങളും പ്രധാനപ്പെട്ടതല്ലേ, ആകില്ലേ? ഒട്ടുമല്ല. ഈ തെറ്റായ ഈ ടാബൂസ് നിങ്ങൾ സ്ത്രീകളുടെ മേലെ ആരോപിക്കുന്നതിന് ഞാൻ എതിരാണ്. ഒരു പെൺകുട്ടിയുടെ നേരെ അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ടാബു ആണ് ഈ പരത്തുന്നത്. എന്തുകൊണ്ട് അവളുടെ ജോലിയെ അത് ബാധിക്കണം? എന്തുകൊണ്ട് പ്രൊഫഷനെ ബാധിക്കണം? അവൾ തന്റേടിയെ തിരിച്ച് പ്രതികരിച്ചുകൊണ്ട് തന്നെ വേണം, അവളുടെ ഒപ്പം നിന്ന് കൂടെ നിന്ന ആൾക്കാരും പ്രതികരിക്കുക തന്നെ വേണം. അല്ലാണ്ട് എന്നെ ആരും എന്തും ചെയ്തു പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവൾക്ക് എവിടെയും ആ രീതിയിൽ നിൽക്കേണ്ടി വരും. ഇന്ന് ആ പെൺകുട്ടിക്ക് പറ്റിയില്ല എന്നുള്ളത് ആ പെൺകുട്ടിയെ വളർത്തിയ രീതിയുടെ കുഴപ്പം. അതിനെ നമ്മൾ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യണം. ഇങ്ങനെയുള്ള ബോൾഡ് ആയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഇത്രയും ഉയർന്ന ലെവലിൽ എത്തുന്ന ഒരു പെൺകുട്ടിക്ക് അത് പറ്റുന്നില്ലെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടിക്ക്, ഗ്രാമത്തിൽ വളരുന്ന പെൺകുട്ടിക്ക് എങ്ങനെ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് ഇത്തരം പെൺകുട്ടികൾ മാതൃകകളാവണം. ആ രീതിയിലാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ശരി, അത് തന്നെയാണ് വേണ്ടത്. ഞാൻ അതിനെ എതിർക്കുകയല്ല. അത് ആ തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണം അപ്പോൾ തന്നെ ഉണ്ടാകണമെന്ന് തന്നെയാണ് നേരത്തെ MC ജോസഫൈനും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പെട്ടെന്നുണ്ടായ ഷോക്കിൽ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പക്ഷേ അവർ പിന്നീട് അത് തുറന്നു പറഞ്ഞത് തന്നെ മതിയായ ഒരു നടപടിയാണെന്ന് അഭിനന്ദിക്കുന്നു എന്നുകൂടെ MC ജോസഫൈൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. വളരെ നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഞങ്ങളോട് സംസാരിച്ചതിന്, പ്രതികരിച്ചതിന്. ഏത് വിധത്തിലും ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ ഉതകുന്ന ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ടെലിഫോണിനോട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇത്തരം സംഭവങ്ങൾ, അതായത് ഈ
പെൺകുട്ടികൾക്ക് നേരെയുള്ള, സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ അതിശക്തമായിട്ടൊരു പൊതുസമൂഹ മനസാക്ഷി ഉണ്ടെങ്കിലും അത്തരം സംഭവങ്ങൾ വരുമ്പോഴെല്ലാം വലിയ രോഷമുണ്ടാകുന്നുണ്ടെങ്കിലും പിന്നീടും ഈ ആളുകൾ പൊതുജന മധ്യത്തിൽ വെച്ച് തന്നെയും ഇത് ചെയ്യുകയാണ്. ഇങ്ങനെ ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് പരാതിപ്പെടേണ്ടുന്നൊരു നിലയിലേക്ക് ശക്തമായ നടപടികളിലേക്ക് പോലീസും മറ്റും പോകുമായിരിക്കും. പക്ഷേ ഉണ്ടാകുന്നു സാഹചര്യങ്ങൾ. എങ്ങനെ കാണണം ഇതിനെ, എങ്ങനെ ചെറുക്കാം ഇതിനെ? ഇല്ല, ഇതിപ്പോ അവരുടെ, ഞാൻ രാവിലെ ന്യൂസ് കണ്ടപ്പോ അവര് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടു എന്ന്. പിന്നെ ഞാൻ വാർത്ത ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ് കണ്ടത്. അപ്പൊ പോലീസ് സ്വമേധയാ കേസെടുക്കും എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഈ തീർച്ചയായിട്ടും പോലീസ് സ്വമേധയാ കേസെടുക്കുക തന്നെയാണ് ആവശ്യം. പക്ഷേ പരാതി കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥ ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടി അങ്ങനെ പറയുന്നത്. അത് നടിയാവട്ടെ, സാധാരണ പെൺകുട്ടിയാവട്ടെ, ആരുമാവട്ടെ. അതായത് പിന്നീട് ഇതിന്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ദുരിതം അത് വളരെ വലുതാണ്. അത് പോലീസ് മുൻപാകെ മൊഴി കൊടുക്കുമ്പോൾ പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ, പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ കോടതിയിൽ ചെല്ലുമ്പോഴും ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എന്നെ തെറി വിളിച്ച ആ തെറികൾ മുഴുവനും കോടതിയിൽ ചെന്ന് ഞാൻ പറയേണ്ടി വരികയാണ്. അയാൾ പറഞ്ഞ തെറികൾ മുഴുവനും ഞാൻ പറയേണ്ടി വരികയാണ്. അതൊരു വെർബൽ റേപ്പ് പോലെ തന്നെയാണത്. അപ്പോ ഇതാണ് പലപ്പോഴും പെൺകുട്ടികളെ ഭയപ്പെടുത്തുന്നത്. ആ ഭയപ്പെടുത്തൽ ഒരു ഭാഗത്ത് കൂടെ സമൂഹം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ ഭയപ്പെടില്ല, ഞാൻ പോരാടും എന്ന് പറഞ്ഞ് ഓരോ പെൺകുട്ടിയും മുൻപോട്ട് പോയാൽ മാത്രമേ നമുക്കിവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിന് ഇനി സാധാരണ പെൺകുട്ടി, ഇപ്പൊ ഇത്രയും പ്രശസ്തയായ ഒരു പെൺകുട്ടിക്ക്, അവർക്ക് ഒരു വളരെ പ്രശസ്തയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറെ കൂടി ശക്തമായി ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ സാധാരണ പെൺകുട്ടികൾക്ക് അതൊരു വലിയ ധൈര്യമാണ്. അത് നമ്മളുടെ നടിയുടെ വിഷയം തന്നെ എടുത്തു നോക്കൂ. അവർ ഇന്നും അവർ മാനസികമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പീഡനം, എന്നിട്ടും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് നേരിട്ട അനീതി ഇനി ഒരു പെണ്ണിനും ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു സാമൂഹിക പ്രതിബദ്ധത ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം, ഓരോ സ്ത്രീക്കും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയോട് എനിക്ക് പറയണമെന്നുണ്ട്, തീർച്ചയായിട്ടും ഇത് കേസ് കൊടുക്കുക തന്നെ വേണം. എന്താണ് കോടതിയിൽ പോയി നടക്കുന്ന അനീതി ഓപ്പണായിട്ട് പറയുക, പോലീസിനോടും കോടതിയോടും പറയുക തന്നെ വേണം. ഇങ്ങനെ പെൺകുട്ടികൾ പരാതിപ്പെടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള അനീതികൾ, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുന്നവർ, അല്ലെങ്കിൽ തെറി വിളിക്കുന്നവർ ഇങ്ങനെ കൂടി 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 വരികയാണ്. അപ്പൊ നമ്മൾ ഒരു പരിധിവരെ അതിന് കാരണക്കാരാകുകയാണ്. നമ്മൾ തന്നെയാണ് സമൂഹത്തിൽ ഇത് വളർത്താനുള്ള ഒരു പ്രചോദനമാകുന്നത് എന്ന്, അങ്ങനെ ഒരു നിലയിലേക്ക് ഒരു പെണ്ണും ഒരു സ്ത്രീയും പോകരുത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് പരാതിപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അവർ സമൂഹത്തിന് ഒരു മാതൃകയാകുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീമതി ചിന്ത ജെറോം കൂടെ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ചിന്ത, ഏത് വിധത്തിൽ കാണണം ഇക്കാര്യം? അങ്ങേയറ്റം നിന്ദ്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ പെൺകുട്ടി പരാതി ഔദ്യോഗികമായിട്ട് പോലീസിന് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച് പരസ്യമായിട്ട് പുറത്തേക്ക് പറഞ്ഞത് അത് നിശ്ചയമായിട്ടും അഭിനന്ദനാർഹമാണ് എന്ന് ഇതിനകം തന്നെ MC ജോസഫിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ളൊരു അഭിനന്ദനം അവർ അർഹിക്കുന്നുമുണ്ട്. ഇത്തരം അധിക്ഷേപങ്ങൾ നേരിട്ടിട്ട് മിണ്ടാതിരിക്കാനല്ല അവർ തുനിഞ്ഞത്. നല്ല ധൈര്യത്തോടെ അവർ പുറത്തേക്ക് അക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പോലീസും മറ്റ് സംവിധാനങ്ങളും അന്വേഷിക്കും. ലുലു മാളാണ്, എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും ഉള്ളതാണ്. ഈ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനും അവരെ ശിക്ഷിക്കാനും സാധിക്കുന്ന സാഹചര്യം നിശ്ചയമായിട്ടും ഉണ്ട് താനും. ഏത് നിലക്ക് കാണണം? എന്താണ് നമുക്ക് ചെയ്യാനാവുക? തീർച്ചയായിട്ടും യുവജന കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ അടുത്ത് ഈ വിഷയത്തിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും പെൺകുട്ടിയെ ഉൾപ്പെടെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് എല്ലാ ധൈര്യവും എല്ലാ പിന്തുണയും കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. യുവനടി എന്ന നിലയിൽ അവർ നടത്തിയ ഈ ഒരു പ്രസ്താവന, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ പുറത്തേക്ക് വിട്ട ഈ ദുരനുഭവം തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിയ
ചിന്തോ ജെറോമുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നിശ്ചയമായിട്ടും അവരുടെ എല്ലാം പിന്തുണ ഈ പെൺകുട്ടിക്ക്, മലയാള സിനിമയിലെ യുവനടിക്ക് ഉണ്ട്. അവർ ലുലു മാളിൽ വെച്ച് നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് അവർ തുറന്ന് എഴുതിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുക്കാൻ തൽക്കാലം ഇപ്പോൾ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ പുറത്തു വന്ന അവരുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലുലു മാളിൽ വെച്ച് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് വല്ലാത്തോതിൽ ഉപദ്രവിച്ചു. 2 യുവാക്കൾ പിന്നാലെ നടന്ന് ഉപദ്രവിച്ചു. അതിനുശേഷവും അവർ തുടർന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതാണ് അവർ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലൂടെ അവർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ശക്തമായുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അവർ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി നൽകുക എന്നത് നിശ്ചയമായിട്ടും അവരുടെ ചോയ്സാണ്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കൽ, അത് ആ സമയത്തെ ഒരു മാനസികമായ ഷോക്കിൽ നിന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ പരാതി ഇല്ലെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പോലീസ് അതിനുവേണ്ടി തയ്യാറാകണം. രണ്ടാമത്തേത്, അവർ അഭിനന്ദനം അപ്പോഴും അർഹിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അവർ ശക്തമായ വാക്കുകളിൽ എഴുതി അത് പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അതുതന്നെയും പ്രധാനപ്പെട്ടതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്നാണ് നേരത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ഈ ആളുകളെല്ലാം പറഞ്ഞത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ചിന്ത ജെറോം ഞങ്ങളോട് സംസാരിച്ചത്. മറ്റ് വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ 2ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. രവീന്ദ്രനെ ഇന്നലെ 13 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി N ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഇന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞോ? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചോദിച്ചറിയുന്നത്? ഇന്നും ഒരുപാട് മണിക്കൂറുകൾ നീളാനാണോ സാധ്യത? സനീഷ്, ഇന്നലെ 13.25 മണിക്കൂറാണ് ED രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ തന്നെ അക്കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ രവീന്ദ്രനിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ചില നിർണായക വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കള്ളപ്പണ ഇടപാടിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് രവീന്ദ്രൻ ഇന്നലെ EDയോട് മൊഴി നൽകിയിരിക്കുന്നത്. UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് സ്വപ്നയുമായി സംസാരിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ തനിക്ക് ചില ശുപാർശകൾ അവരോട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഇത്തരം ഇടപാടുകളുണ്ട് എന്നുള്ള അറിവില്ലാതെയാണ് ഇത്തരത്തിൽ ശുപാർശകൾ താൻ ചെയ്തത്. തന്റെ വരുമാനം സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളുണ്ട് എന്നും രവീന്ദ്രൻ EDയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക നിലയിലല്ലാതെ ശിവശങ്കറിന്റെ മറ്റ് ഇടപാടുകൾ സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് രവീന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിദേശയാത്ര സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ആവശ്യമുണ്ട് എന്ന് ED ഇന്നലെ തന്നെ രവീന്ദ്രനോട് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ ആരൊക്കെയാണ് വിദേശയാത്ര സ്പോൺസർ ചെയ്തത് എന്ന് സംബന്ധിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്, വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ED ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് അക്കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനും രവീന്ദ്രന്റെ ബന്ധുക്കളും ചില കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ വ്യക്തമായ കണക്കുകളും EDക്ക് ലഭിച്ചിട്ടില്ല. അത്തരം കണക്കുകളും ഇന്ന് ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJPയിലും കലാപം. K. സുരേന്ദ്രൻ പരാജയമാണെന്ന് PK കൃഷ്ണദാസ്. ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ നിലപാടെടുത്തു. തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടായി എന്ന വാദങ്ങൾ പൊള്ളയാണെന്ന് കാട്ടി ഇവർ കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. സുരേന്ദ്രൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്നും ഈ നിലയിൽ പോകാൻ സാധിക്കില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, പ്രതീക്ഷിച്ചതാണ് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ശക്തമായ നീക്കമുണ്ടാകുമെന്ന്. ഇത് കേന്ദ്ര നേതൃത്വത്തിന് ആരൊക്കെ ചേർന്നാണ് ഈ വിവരം കൈമാറിയിരിക്കുന്നത്? അവരതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സനീഷ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ BJPയിൽ സംഘടനാ പ്രശ്നം രൂക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം അത് സംസ്ഥാന അധ്യക്ഷനെ തന്നെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് സ്വരം കടുപ്പിക്കുകയാണ് വിമതപക്ഷം. PK കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രൻ വിഭാഗങ്ങൾ ചേർന്നാണ് കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഏറ്റവും അനുകൂല സാഹചര്യം സംസ്ഥാനത്തുണ്ടായിട്ടും നേട്ടമുണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ തരത്തിൽ 2015 സമാനമായ സാഹചര്യം പോലും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. ഏകാധിപത്യ പ്രവണത K. സുരേന്ദ്രൻ വെച്ചു പുലർത്തുന്നു. കോർ കമ്മിറ്റി യോഗം വിളിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇതിനു മുമ്പ് വിളിച്ചു ചേർത്തില്ല. ഇതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഒപ്പം തന്നെ നേരത്തെ ഈ
സംസ്ഥാനത്തുണ്ടായിരുന്ന സംഘടനാ പ്രതിസന്ധി അതിനെതിരെ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷിത വിജയം ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അതൊന്നുകൂടി കനപ്പിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ പുതിയ സമ്മർദ്ദം ചെലുത്തുകയാണ് വിമത വിഭാഗത്തിന്റെ ലക്ഷ്യം. അടുത്ത ദിവസം നാളെ കഴിഞ്ഞ് കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ ചർച്ചകൾ നടക്കും. എന്തായാലും നേതൃത്വത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ തന്നെ ഉണ്ടാകും. കെ സുരേന്ദ്രന്റെ വീഴ്ചകളാണിതെന്ന് ആരോപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കും. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേരള പര്യടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുങ്ങുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി മുഖ്യമന്ത്രി 14 ജില്ലകളിലും പര്യടനം നടത്തും. ഓരോ ജില്ലകളിലും ക്യാമ്പ് ചെയ്ത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായിട്ടും സാധാരണക്കാരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. CPI നേതൃയോഗവും LDF യോഗവും ഇന്ന് ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. ഗ്രൂപ്പ് കളിയും വെൽഫെയർ പാർട്ടി ബന്ധവും ജോസ് കെ മാണിയെ പിണക്കിയതും തിരിച്ചടിയായി എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കണക്ക് നിരത്തി തോൽവി ന്യായീകരിക്കേണ്ട എന്നും ചർച്ചയിൽ നേതാക്കൾ തിരിച്ചടിച്ചു. 6 മണിക്കൂറിലധികം നീണ്ടുനിന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശന ശരങ്ങൾ ഏറെയും മുല്ലപ്പള്ളിക്കു നേരെ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ മുന്നണിക്കോ തിരിച്ചടിയുണ്ടായില്ലെന്ന് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കണക്കുകൾ നിരത്തിയെങ്കിലും നേതാക്കൾ ഒന്നടങ്കം തിരിച്ചടിച്ചു. പത്രക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല പാർട്ടി ഫോറത്തിൽ പറയേണ്ടതെന്നായിരുന്നു വിമർശനം. അടിമുടി മാറ്റമോ അഴിച്ചുപണിയോ വേണം. താഴെത്തട്ടിൽ സംഘടനയിൽ പ്രവർത്തിക്കാത്തവരെ മാറ്റണമെന്ന് കെ സുധാകരൻ. കോവിഡ് ബാധിച്ചപ്പോൾ ഫോൺ കോളിലൂടെ പോലും വിവരം അന്വേഷിക്കാത്ത പാർട്ടി അധ്യക്ഷൻ കൂടിയാലോചന നടത്താത്തതിൽ അത്ഭുതമില്ലെന്ന് ഷാനിമോളും PC വിശ്വനാഥും. തെരഞ്ഞെടുപ്പിൽ നടന്നത് ഗ്രൂപ്പ് കളിയെന്ന് PJ കുര്യൻ. വെൽഫെയർ പാർട്ടി ബന്ധം, നേതാക്കളുടെ വാക്പോര്, ഗ്രൂപ്പ് വീതം വെപ്പ്, അങ്ങനെ എണ്ണിപ്പറഞ്ഞ് നേതാക്കൾ തുറന്നടിച്ചു. ജില്ലകളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ പരാജയ കാരണങ്ങൾ വിശദീകരിച്ച് റിപ്പോർട്ട് നൽകണം. നാളെ സെക്രട്ടറിമാരോടും KPCCയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോൽവി വിശദമായി വിലയിരുത്തുന്നതിനും പാളിച്ചകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനും 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിശാല രാഷ്ട്രീയകാര്യ സമിതി ജനുവരി ആദ്യവാരം ചേരും. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അടുത്ത മാസം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി വിശദമായ ചർച്ച നടത്തുമെന്ന് കെ മുരളീധരൻ. പാർട്ടിയിലെ പ്രശ്നങ്ങൾ എല്ലാം ഉടൻ പരിഹരിക്കും. പാർട്ടിയെ നേരായ വഴിക്ക് നയിക്കാൻ വിമർശനങ്ങൾ ആവശ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വത്തിനെതിരെയുണ്ടായ വിമർശനത്തെ കുറിച്ചാണ് മുരളീധരന്റെ പ്രതികരണം. എനിക്കൊന്നും ശുഭപ്രതീക്ഷയാണല്ലോ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. പാർട്ടിയുടെ ഈ പരാജയത്തിൻ്റെ കാര്യങ്ങൾ അടുത്ത ജനുവരി ആദ്യവാരം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയും MP-മാരും MLA-മാരടങ്ങിയ ഒരു ടീമിൻ്റെ ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. ആ ഡിസ്കഷൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും. അല്ല, വിമർശനങ്ങളാണല്ലോ പാർട്ടിയുടെ നേരായ വഴിയിലേക്ക് നയിക്കുന്നത്. പരാജയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഇന്നലെ നടന്നു. ബാക്കി ചർച്ചകൾ അടുത്ത ആഴ്ച ജനുവരി ആദ്യവാരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകും. വടകര നിയമസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് LJD. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LJD കൂടെ ഉണ്ടായതിനാലാണ് LDFന് മികച്ച നേട്ടം കൈവരിക്കാനായതെന്ന് LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ വാദിക്കുന്നു. എന്നാൽ വടകര സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന് കണ്ടാണ് LJD ഒരു മുഴം നീട്ടിയെറിയുന്നത് എന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായതോടെ കിട്ടാനുള്ള നിയമസഭാ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിട്ടാലോചനയിലാണ് LDFിലെ ഘടകകക്ഷികൾ. വടകര നിയമസഭാ സീറ്റ് LJDക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനാണ് ആദ്യ വെടിപൊട്ടിച്ചത്. JDS നേതാവ് CK നാണുവാണ് വടകര MLA. എന്നാൽ JDSനേക്കാൾ ശക്തി LJDക്കാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് വ്യക്തമാക്കുന്നുവെന്നുമാണ് മനയത്തിന്റെ അവകാശവാദം. വടകര സീറ്റ് LJDക്ക് അവകാശപ്പെട്ട സീറ്റാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും CPM LDF നല്ല പരിഗണനയാണ് LJDക്ക് നൽകിയിട്ടുള്ളത്. ഇടത് തരംഗത്തിലും സോഷ്യലിസ്റ്റുകളുടെ ശക്തിദുർഗമെന്നറിയപ്പെടുന്ന ഏറാമല പഞ്ചായത്ത് ജനകീയ മുന്നണി പിടിച്ചതിൽ CPMന് അസംതൃപ്തിയുണ്ട്. LJD മുന്നണിയിലെത്തിയിട്ടും ഒഞ്ചിയം മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞില്ല. ഏറാമലയിൽ അത് ഭരണം നഷ്ടമായി എന്നുള്ളത് ശരിയാണ്. അതെന്താണെന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയും. എന്താണെന്ന് അതിൻ്റെ ഘടകങ്ങൾ പരിശോധിക്കും. നമ്മൾ മൊത്തം ഇതെല്ലാം ഒന്ന് വിലയിരുത്തുമല്ലോ. ജയിച്ചിടത്തും വിലയിരുത്തും, അതുപോലെ പരാജയപ്പെട്ടിടത്തും വിലയിരുത്തും. ഒഞ്ചിയ മേഖലയിലെ ജനകീയ മുന്നണി പരീക്ഷണം വടകരയിലും തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് RMP. അങ്ങനെയെങ്കിൽ KK രമയാവും സ്ഥാനാർത്ഥി.
രമ മത്സരിക്കുകയാണെങ്കിൽ വടകര LJDക്കോ JDSനോ നൽകാതെ CPM തന്നെ ഏറ്റെടുക്കാനാവും സാധ്യത. സീറ്റ് ഏറ്റെടുക്കാൻ CPMൽ നടക്കുന്ന ആലോചനകളാണ് മനയത്ത് യന്ത്രന്റെ ഒരു മുഴം നീട്ടിയുള്ള ഏറിന് പിന്നിലെന്നാണ് സൂചന. അശ്വൻ വല്ലത്ത്, News 18 കോഴിക്കോട്. നടിയെ അപമാനിച്ച സംഭവത്തിൽ ലുലു മാളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. മാളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അവർ സംസാരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ആ കൃത്യസമയത്ത് അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ ഉദ്ദേശം അത്തരത്തിലെ മോശപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അത് ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിലെ വിഷ്വലിലൂടെ പരിശോധിക്കുമ്പം അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കും. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രാഥമികതല അന്വേഷണമാണ് നടക്കുന്നത്. കൂടുതൽ ഇനിയും മാളിൻ്റെ മായി ബന്ധപ്പെട്ട നടപടികളിലൂടെ കണ്ടെത്തേണ്ടതാണ്. അതെന്തായാലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ദൃശ്യങ്ങളിൽ നിന്നുള്ള ഇവരൊരു എങ്ങനെയാണ് ഇവർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രായപൂർത്തിയായവരാണോ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഉദ്ദേശം അവരുടെ പ്രവർത്തനം കൊണ്ട് അത് ശരിയായ ഒരു അർത്ഥത്തിലുള്ളതായിരുന്നില്ല. എന്തായാലും അവരുടെ സ്ത്രീത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് പെരുമാറ്റം. അത് നമ്മൾ പോലീസും മാളിന്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇവരെ മാളിൽ പ്രവേശിച്ച സമയവും ആ സംഭവമാണ് ഈ രണ്ട് യുവാക്കൾ. അപ്പോൾ അതിനുള്ള പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. കാരണം മാളിൽ പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരുടെയും ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ചെക്കപ്പ് നടത്തിയിട്ടാണ് അവർ മാളിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൃശ്യമാണ് ഇനി, കാരണം പല പ്രവേശനമുള്ളതുകൊണ്ട് അതിനിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ജനറൽ മാനേജറാണ്. എൻ്റെ പേര് സുധീഷ് നായരാണ്. ഈ ഒരു പരാതി ഈ ആക്ട്രസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങളുടെ 24/7 CCTV കവേർഡാണ്. എൻറ്റയർ മാൾ ഏരിയ, ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മുടെ CCTV കവേർഡാണ്. മാത്രമല്ല കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഈച്ച് ആൻഡ് എവറി കസ്റ്റമേഴ്സ് മാളിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മൊബൈൽ ഫോണ് നമ്പർ മേടിക്കുന്നുണ്ട്, അവരുടെ കോൺടാക്ട് നമ്പർ. അപ്പോൾ ഇവരെ ലൊക്കേറ്റ് ചെയ്യാനും ഇവരെ നമുക്ക് പിടികൂടാനും പോലീസിന് ഞങ്ങളുടെ CCTV ഫൂട്ടേജസുകളും എല്ലാ വിവരങ്ങളും നമ്മൾ പോലീസിന് ഇപ്പോൾ തന്നെ കൈമാറും. ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാനും പാടില്ല. കാരണം എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ, പ്രത്യേകിച്ച് ലേഡി കസ്റ്റമേഴ്സിന് ഈച്ച് ആൻഡ് എവറി കോർണർ സെക്യൂരിറ്റി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരു പരാതിയൊന്നും കിട്ടിയിരുന്നില്ല. ഇന്നലെ നമ്മൾ അറിയിച്ചിട്ടില്ല. ഇന്നലെ സംഭവം ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചറിയുമ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. യുവനടിയെ ഉപദ്രവിച്ചു എന്ന ആ സംഭവത്തിൽ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അവിടെ എല്ലായിടത്തും CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് എളുപ്പത്തിൽ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് നേരത്തെ അവർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, പെൺകുട്ടിയുടെ ഉപദ്രവിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറി എന്നതിനുള്ള ആ ദൃശ്യങ്ങൾ തെളിവാണ് എന്ന് പോലീസ് ഇതിനകം തന്നെയും പറഞ്ഞു. എല്ലാ സഹകരണങ്ങളും നൽകുമെന്ന് ലുലു മാളിൻ്റെ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ അവരുടെ അറസ്റ്റും മറ്റുമൊക്കെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് ആ നിലക്ക് മുന്നേറുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തൊട്ട് മുമ്പ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ട നടപടി 1, 2 ഈ പറയുന്ന രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ്, ഇത് രണ്ടും അസാധുവാണ്. ആയതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന കൗൺസിലിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കും. ഇടതുമുന്നിലുള്ള ഒരു പാർട്ടിയാണ് ജനതാദൾ എസ്. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. അത്തരത്തിൽ മുന്നിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. എങ്ങനെയായിരിക്കും പാർട്ടി പിളർന്നാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും? ഒന്ന്, ഇത് പാർട്ടി പിളരുക എന്നുള്ളൊരു വാക്കിലോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ വിളിക്കുന്നു. ഇതിൽ ആർക്കും വരാം, അവർ വെച്ചിരിക്കുന്ന MLA അല്ലെങ്കിൽ മന്ത്രിക്കും ഒക്കെ വരാം. അതുകൊണ്ട് പിളർപ്പെന്നുള്ളതല്ല. ഇതിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രസിഡന്റ് പോകേണ്ടത്. ഇതിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത്. അതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മുന്നണിക്കാത്ത ഒരു കക്ഷിയാണ് ജനതാദൾ എസ്. LDFിലെ ഒരു ഘടക കക്ഷിയാണ്. അത് സംബന്ധമായ ഒരു LDF യോഗം ചേരുന്നുണ്ട്. നിങ്ങൾ LDFിനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമാന്തര കൗൺസിലാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ സമാന്തര കൗൺസിലല്ല, ജനതാദളിന്റെ സംസ്ഥാന കൗൺസിലാണ് നാളെ വിളിച്ചു ചേർക്കുക. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലിൽ ഭൂരിപക്ഷം പങ്കെടുക്കും. അത് നാളെ തെളിയിക്കാമല്ലോ. നമുക്ക് ഇങ്ങനെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാകും. 100 മേൽ ആളുകൾ നാളെ വിമതരാണോ നിങ്ങളാണോ യഥാർത്ഥ പാർട്ടി? നാളെ തീരുമാനിക്കും. ഞങ്ങളാണ് യഥാർത്ഥ JDS കേരള. അത് കൃത്യമായി ബോധ്യപ്പെടും. 140 മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 140 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും
20 ദേശീയ കൗൺസിൽ അംഗങ്ങളും 14 ജില്ലാ പ്രസിഡന്റുമാരും അടങ്ങുന്നതാണ് കേരള സംസ്ഥാന കൗൺസിൽ പാർട്ടിയുടേത്. അവരെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, അല്ലാത്തവരുണ്ട്, മുൻ മന്ത്രിയുണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങളൊന്നും ഈ ഇതല്ല. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ വേദികളിലേക്കും തെരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ളത് കൗൺസിലാണ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത്, കൗൺസിലാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, കൗൺസിലാണ് ആത്യന്തികമായി തീരുമാനത്തിന്. പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ CK നാണുവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ പാർട്ടി വരുന്നത്. കാരണം അദ്ദേഹത്തിനാണ് വലിയ അസംതൃപ്തി വിഷയങ്ങളിലൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് നേതൃത്വമല്ല വിഷയം. നാണുവേട്ടന്റെ നേതൃത്വത്തിലെ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് CK നാണു പങ്കെടുക്കുന്നില്ല നാളെ. മാത്രം അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശസ്സുകളൊക്കെ ഉണ്ട്. അത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരെ മുഴുവൻ അനുഗ്രഹാശസ്സുകളും ഞങ്ങളോടൊപ്പം പാർട്ടിയോടൊപ്പമുണ്ട്. പ്രശ്നക്കാരൻ മാത്യു ടി തോമസ് ആണ്. എന്താ അതിൻ്റെ അകത്ത്? ഇല്ല, ഇതിനകത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വമാണ്. കേന്ദ്ര നേതൃത്വം സംഘടനാപരമായി എടുത്ത നിലപാടും ഇപ്പോൾ രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടും നാളെ ചർച്ച ചെയ്യപ്പെടും. രാഷ്ട്രീയമായ നിലപാടെന്ന് പറയുന്നത് മതേതരത്വമാണ് ജനതാദൾ അംഗീകരിച്ചിരിക്കുന്ന തത്വം. അതിന് വിരുദ്ധമായി BJPയുമായി ചർച്ചകൾ നടക്കുന്നു. ഒന്ന്, ആ ചർച്ചകൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കുമാരസ്വാമിയും അടങ്ങുന്ന നേതൃത്വം. രണ്ട്, ഇന്ന് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമരമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം. കർഷക പ്രധാനമന്ത്രി എന്ന് സ്വയമേ അവകാശപ്പെട്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ഒരക്ഷരം പോലും കർഷകർക്ക് വേണ്ടി പറയാൻ തയ്യാറായിട്ടില്ല. അത് അംഗീകരിക്കാനാവില്ല. അത് BJPയുമായിട്ടുള്ള ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ജനതാദളിന് പോകാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ചർച്ച നടത്തും. മറ്റ് സംസ്ഥാനങ്ങളുമായി LJDയുമായിട്ടൊക്കെ ലയനം അല്ലെങ്കിൽ LJD ജനതാദൾ ലയനമൊക്കെ ചർച്ച നടക്കുന്ന കാലമാണ്. അപ്പോൾ വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ്? ആരാകും ഇതിന് മുന്നണിക്കൊപ്പം നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ UDFിലേക്ക് മുന്നണി ജനതാദൾ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. ഇപ്പോൾ അതിന്റെ പ്രതിനിധികളായിട്ട് പോകുന്നവരെ നാളെ തൊട്ട് പോകാൻ അർഹരാണോ വലിയോ എന്ന് നാളത്തെ കൗൺസിൽ കൃത്യമായി തീരുമാനിക്കും. ചർച്ച നടത്തിയിട്ടുണ്ട്. നേതൃത്വവുമായി നാളത്തെ യോഗത്തിന് ശേഷം ചർച്ച ചെയ്യും. ഇപ്പോൾ നിൽക്കാൻ തന്നെയാണോ തീരുമാനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അവിഭാജ്യമായ ഘടകമാണ് ജനതാദൾ. വടകരയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. വടകരയിലും ഈ മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ അർഹമായ സീറ്റ് സംസ്ഥാനത്തൊട്ടാകെ ജനതാദളിനോട് അവഗണന കാണിച്ചു എന്നുള്ളൊരു സത്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ജനതാദളിന്റെ സംസ്ഥാന നേതൃത്വവും കമ്മിറ്റിയെയും പാർട്ടിയെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പിരിച്ചുവിട്ട കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും അതേപോലെ തന്നെ മറ്റ് ചില ധാരണകൾ പകുതി സീറ്റുകൾ കഴിഞ്ഞ 2015 അരുണാണ് സംസാരിക്കുന്നത്. ജനതാദൾ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. CK നാണുവിന്റെ നേതൃത്വത്തിൽ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. എന്നാൽ നാളത്തെ യോഗത്തിൽ CK നാണു പങ്കെടുക്കില്ല എന്ന വിവരങ്ങളുമുണ്ട്. അവിടെ ഈ പാർട്ടി പിളരുകയല്ല, തങ്ങളുടേതാണ് യഥാർത്ഥ പാർട്ടി എന്ന നിലപാടാണ് ഇപ്പോൾ സംസാരിച്ച ആളുകൾ പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്ക്. NCPക്ക് പിന്നാലെ കോട്ടയത്ത് നിയമസഭാ സീറ്റ് അവകാശവാദവുമായി CPIയും കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കില്ല എന്ന് CPI പ്രഖ്യാപിച്ചു. മണ്ഡലവുമായി പാർട്ടിക്കുള്ളത് വൈകാരിക ബന്ധമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ പറഞ്ഞു. പാലായിൽ പ്രതീക്ഷിച്ചത്ര വലിയ വിജയമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജോസ് കെ മാണിയുടെ വരവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം പൊതുവിലുണ്ടായിട്ടുണ്ട്. എന്നാൽ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലായിടത്തും ആ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ പാലാ മണ്ഡലത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ മറ്റൊരു വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല. അതെല്ലാം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവും മറ്റും ചർച്ച ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. കാഞ്ഞിരപ്പള്ളി ഇവിടെ പണ്ട് നേരത്തെ മുതൽ ഞങ്ങൾ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, ഞങ്ങൾക്ക് വൈകാരികമായി വലിയ അടുപ്പമുള്ള ഒരു മണ്ഡലമാണ് ഐക്യം പോലെ തന്നെ. അതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതു വികാരമാണ്. അപ്പോൾ ഇനി മുകളിലാണ് അതിൻ്റെ എല്ലാം തീരുമാനങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും CPI അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡിലും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ 19-ാം വാർഡിലും റീപോളിംഗ് പുരോഗമിക്കുകയാണ്. തിരൂരങ്ങാടിയിൽ 35%, ബത്തേരിയിൽ 43%-മാണ് ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയത്. യന്ത്ര തകരാറിനെ തുടർന്ന് വോട്ടെണ്ണൽ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് റീപോളിംഗ് നടത്തുന്നത്. 39 വാർഡുകളുള്ള തിരൂരങ്ങാടി നഗരസഭയിൽ 32 സീറ്റുകൾ നേടി UDFും 35 വാർഡുകളുള്ള സുൽത്താൻ ബത്തേരി നഗരസഭയിൽ 23 വാർഡുകൾ നേടി LDFും ഇതിനോടകം ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫലം വാർഡിൽ മാത്രമാണ് നിർണായകമാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ വെബ്സൈറ്റിലുണ്ടായ തെറ്റുകൾ തിരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുന്നണികൾക്ക് കിട്ടിയ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നത് മാറ്റി മുന്നണികൾ വിജയിച്ച വാർഡുകളുടെ എണ്ണം എന്നാക്കിയാണ് തിരുത്തിയത്. മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കം എന്നാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. BJP പ്രവർത്തകർ ജയ് ശ്രീറാം എന്നെഴുതിയ ബാനർ ഉയർത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ബാനർ ഉയർത്തിയത് കൗണ്ടിംഗ് ഏജന്റുമാരും സ്ഥാനാർത്ഥികളുമാണെന്ന് പാലക്കാട് SP പറഞ്ഞു. ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും SP സുജിത് ദാസ് പ്രതികരിച്ചു. നമുക്ക് മുനിസിപ്പൽ സെക്രട്ടറിയുടെ റിട്ടേൺ ആയിട്ടുള്ള പെറ്റീഷൻ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ലീഗൽ ആക്ഷൻസ് എടുക്കാനായിട്ട് ISHO ടൗൺ സൗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വെച്ചിട്ട് ആ പെറ്റീഷൻ പ്രകാരം FIR ഇട്ടിട്ട് കേസെടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം പരാതികൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട CM ഓഫീസ് വഴിയും അതുപോലെ തന്നെ സീനിയർ ഓഫീസേഴ്സ് വഴിയും നമുക്ക് മെയിലായിട്ട് ഇഷ്ടംപോലെ പരാതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അനന്തര നടപടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ DYSP സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു എൻക്വയറി നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാനായിട്ട് എൻക്വയറി നടത്താനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 24 മണിക്കൂർ വൈകുന്നേരത്തിനുള്ളിൽ റിപ്പോർട്ട് തരുന്നു. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വിശദാംശങ്ങൾ എന്താണ്? ഏത് വിധത്തിലാണ് ഈ നടപടി പുരോഗമിക്കുക? സനീഷ്, ഇന്നലെ വൈകിട്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഇതിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് കേസ്. പക്ഷേ തുടരന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ളൊരു ബാനർ തൂക്കിയിട്ടുള്ളത് അവിടെ ഇന്നലെ വോട്ടെണ്ണൽ ദിവസം എത്തിയിട്ടുള്ള കൗണ്ടിംഗ് ഏജന്റുമാരും സ്ഥാനാർത്ഥികളും ചേർന്നാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 10 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 സ്ഥാനാർത്ഥികളും ബാക്കി കൗണ്ടിംഗ് ഏജന്റുമാരുമായിരുന്നു. ഇവരിൽ നിന്നും മൊഴിയെടുത്തതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് തീരുമാനമെടുക്കൂ. അതോടൊപ്പം കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതും ചേർക്കും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. BJP നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം എന്താണ്? സനീഷ്, BJP ഈ കേസെടുത്തതിന് ശേഷം നമ്മൾ BJPയുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ BJP ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. പോലീസിന്റെ കേസുമായി മുന്നോട്ട് വരട്ടെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് BJP ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ ഈ വിവാദമുണ്ടായ സമയത്ത് പറഞ്ഞിരുന്നത് ഇത് പ്രവർത്തകർ ചെയ്തതാണ്, BJPയുടെ നേതൃത്വം അറിഞ്ഞിരുന്നില്ല. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുകയും അത് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള വിവാദങ്ങളെല്ലാം അനാവശ്യമാണ് എന്നതാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കേസെടുത്തതിന് ശേഷം BJP ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ DYFIയുടെ ഒരു പ്രതിഷേധം നഗരസഭ ഓഫീസിന് മുന്നിലേക്ക് വരുന്നുണ്ട്. BJP വർഗീയ തിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. CPM ജില്ലാ സെക്രട്ടറി BN വാസവൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. ഇടതുപക്ഷേനാധിപത്യ മുന്നണി ഈ അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും, അല്ലാതെ ഒരു പ്രദേശത്ത് മാത്രമല്ല. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ ബഹുമാനായ മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 6 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷേനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയത്. ഒരു കാലഘട്ടത്തിലും കിട്ടാത്തൊരു ഗ്രാമപഞ്ചായത്താണ് മണർകാട് ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ സമീപകാലത്തേക്കും കിട്ടിയിട്ടില്ല പുതുപ്പള്ളി. അതുപോലെ 10-15 വർഷത്തിനിടയിൽ കിട്ടിയിട്ടില്ല പാമ്പാടി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാണ്, CPIന് മാത്രം, വേറൊരു കക്ഷി അതിനകത്ത്. അപ്പോൾ പുതുപ്പള്ളിയിൽ ആ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു, മണർകാട് ഗ്രാമപഞ്ചായത്തിലുണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ വാകത്താനത്തുണ്ടായിരിക്കുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലങ്ങളാണ്. നല്ല ലീഡാണ് അവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മതനിരപേക്ഷ രാഷ്ട്രീയവും ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ജനങ്ങളിൽ നല്ലൊരു ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം പുതിയ വന്ന കക്ഷികളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഈ നെറ്റ് റിസൾട്ടിൻ്റെ ഉള്ളടക്കം. അത് പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയൊരു മുന്നേറ്റം അത് നഗരസഭകളിൽ പ്രകടമായില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഈ നഗരസഭകളിലും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോട്ടയം നഗരസഭ മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് വന്നില്ലേ. ചങ്ങനാശ്ശേരി നഗരസഭ ഇപ്പോൾ ഇടതുപക്ഷാനത്തിനെ ഒറ്റ കക്ഷി എടുക്കുമ്പോൾ മുന്നിൽ 16 ഞങ്ങൾ അവിടെ UDF 15 ഉള്ളൂ, സ്വതന്ത്രന്മാരും 3 അപ്പോൾ ഒരു രൂപത്തിൽ മുന്നോട്ട് വരുമ്പോൾ അവിടെയും ഞങ്ങൾ മുന്നിലാണ്. ഒറ്റയ്ക്ക് യഥാർത്ഥത്തിൽ UDFനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഈ വെൽഫെയർ പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ഉണ്ടാക്കിയത്. LDFിൻ്റെ വിജയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അവിടെ നിന്ന് CPM ജില്ലാ സെക്രട്ടറി BN വാസവൻ നടത്തുന്നത്. ഇപ്പോൾ മന്ത്രി VS സുനിൽകുമാർ നമ്മോടൊപ്പം ചേരും. അവിടെ സുവി വിശ്വനാഥ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. സുവി അദ്ദേഹത്തോട് സംസാരിക്കും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. സുവി, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനവും സന്തോഷവും എങ്ങനെയാണ്?
മന്ത്രി VS സുനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു നിലവിലെ പൊതുവിലെ ഒരു സാഹചര്യം? കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിജയം രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് കിട്ടിയിരിക്കുന്ന വിജയമാണ്. കാരണം ഒരു ഗവൺമെൻറ് ജനങ്ങളോട് സത്യസന്ധമായിട്ടും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് സാധാരണ ജനങ്ങളെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഒരു ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു LDF ഗവൺമെൻറ്. കാരണം ഇപ്പോൾ ഈ ജനങ്ങൾക്ക് 60 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് മുൻ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. 19 മാസം കുടിശ്ശിക വരുത്തിയ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും ജനങ്ങൾ സ്വാഭാവികമായിട്ടും വിലയിരുത്തും. മാത്രമല്ല ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ പൊതുവിതരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ, റേഷൻ കടകളിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതായ ഇടപെടലിലൂടെ നടത്തിയിട്ടുള്ള സഹായങ്ങൾ, ഭക്ഷ്യക്കിറ്റുകൾ, ഈ കോവിഡ് കാലത്ത് കൊടുക്കുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, അത് അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നൽകിയതായിട്ടല്ല അവർ കണക്കാക്കുന്നത്. കാരണം അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടു കൂടി സഹായിച്ചതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കേരളം നേരിട്ട ഒരു അസാധാരണ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു. 2018 പ്രളയം ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആ പ്രളയത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ശ്ലാഘിച്ചിരുന്നതിന് കാരണം ആ നിലയിൽ ആ ഗവൺമെൻറ് പ്രവർത്തിച്ചതാണ്. ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. 2020 ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ഗവൺമെൻറ്റാണ്. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോവിഡ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. കമ്മ്യൂണിറ്റി കിച്ചണുകൾ, അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് FLTCകളുടെ പ്രവർത്തനങ്ങൾ, ലക്ഷക്കണക്കായിട്ടുള്ള കോവിഡ് ബാധിച്ച ജനങ്ങളെ എത്ര അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി നടത്തിയിട്ടുള്ള അതെല്ലാം LSGDകളുടെ പ്രവർത്തനം വളരെ വലുതായിരുന്നു. അപ്പോൾ ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് UDF ജനങ്ങളിൽ നിന്നും ഈ വികസനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കപടത നിറഞ്ഞ, അതായത് കൃത്യമായ ഒരു ഗൂഢാലോചനയായിരുന്നു നടന്നത്. LDF ഗവൺമെൻറ് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് തുല്യമായ നിലയിലുള്ള മറ്റൊരു തരത്തിലുള്ളൊരു വിമോചന സമരം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയകളുടെയും കൂടി സഹായത്തോടു കൂടി ഇത്രമാത്രം കള്ളക്കഥകൾ ഒരു ഗവൺമെൻറ്റിനെതിരെ കെട്ടിച്ചമച്ച കാലം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇനിയെങ്കിലും ഈ UDF അതിൽ പാഠം പഠിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം പ്രത്യേകിച്ചും നിരുത്തരവാദിത്വപരമായിട്ട് നടത്തിയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തരം നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗവൺമെൻറ്റിനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് പത്രസമ്മേളനം നടത്തി കുരുക്കിലാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെയല്ല നമുക്ക് ആവശ്യം. ക്രിയാത്മകമായ പ്രതിപക്ഷത്തെയാണ് ജനങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത്. ഇത് ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല, ഇതൊരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷമായിരുന്നു. ഇനി കോൺഗ്രസ്സിന് എന്തിനാണ് കോൺഗ്രസ് ഇവിടെ ഒരു UDF ചെയ്യേണ്ടത്? BJPയും കൂടി ആ മുന്നണി ചേർത്തുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ മുന്നണി അവരുണ്ടാക്കട്ടെ. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരട്ടെ. എന്തിനാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്? എന്തിനാണ്? അപ്പോൾ LDFനെയും പരാജയപ്പെടുത്താൻ വേണ്ടി UDFും BJPയും നടത്തിയിട്ടുള്ള എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് നല്ലത് SDPI, വെൽഫെയർ പാർട്ടി, BJP, കോൺഗ്രസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഇടതുപക്ഷ വിരുദ്ധ മതേതര വിരുദ്ധ മുന്നണി എന്ന നിലയിൽ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരട്ടെ. ജനങ്ങൾ കാണട്ടെ. അതാണ് അവർക്ക് ഏറ്റവും നല്ല അഭികാമ്യമായിട്ടുള്ള. VS സുനിൽകുമാറാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് വിജയമുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. BN വാസവൻ കോട്ടയത്ത് നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. അതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കും. അത് ഇവിടെ ജില്ലയിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന സമിതിയിലെ അതെല്ലാം തീരുമാനിക്കുന്നത് ഈ ജില്ലയിൽ ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെ എന്ന കാര്യമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിവിടെ ജില്ലയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. എനിക്കത് സംബന്ധിച്ച് ഇവിടെ ആധികാരികമായ ഒരു അഭിപ്രായം പറയാനും കഴിയില്ല.
ഇത്തരം പ്രശ്നം ഇവിടെ ഈ ജില്ലയിൽ നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ സമചിത്തതയോടെ യോജിച്ച തീരുമാനമെടുത്ത് ഒരവസരവും ഒരസംതൃപ്തിയും ഒരസഹിഷ്ണുതയും കൂടാതെ ഈ ജില്ലയിൽ പരിഹരിച്ചു. നല്ല റിസൾട്ടും ഉണ്ടായി. എല്ലാ വിവാദങ്ങൾക്കും വിരാമമിട്ട് വികസനത്തിനും ക്ഷേമത്തിനും ജനങ്ങൾ അംഗീകാരം നൽകിയ ഈ ഘട്ടത്തിൽ തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ നിയമസഭയായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന സമിതി യോഗമാണ്. അത് തീരുമാനമെടുക്കാൻ പര്യാപ്തമായ പക്വമതികളായ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന സമിതിക്കുണ്ട്. ആ രൂപത്തിൽ തന്നെ അവരത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇതിനൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലിട്ടത് മറ്റു രൂപത്തിലേക്ക് ഞങ്ങളിവിടെ ചർച്ച ചെയ്യില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കാനും നോക്കണ്ട. അതെ, ആൽവിന കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നിന്ന് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന സമിതിയാണ് നിയമസഭാ സീറ്റുകൾ എല്ലാ കാലത്തും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. അല്ല, അത് ഇതുവരെ ഒന്നും പറഞ്ഞ് ഞങ്ങൾ കൂടിയില്ല. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന സമിതി യോഗം ചേരും. അവിടെ ഈ വിഷയം ഓരോ ജില്ലയിലും ആർക്കൊക്കെയാണ് ആദ്യ ടേൺ കാര്യം തീരുമാനിക്കും. ജോസ് കെ മാണിയുടെ വരവ് വലിയ ഗുണമുണ്ടാക്കിയെന്ന് CPM-ന്റെ ഔദ്യോഗികമായുള്ള സമ്മത പ്രകടനമാണ് വന്നിരിക്കുന്നത്. അഭിപ്രായ പ്രകടനമാണ് നമ്മൾ കേൾക്കുന്നത്. CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി BN വാസവനാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജില്ലയിൽ വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നതിന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു ഔദ്യോഗിക വിശകലനം എന്ന നിലക്ക് അത് പറഞ്ഞു കഴിഞ്ഞു. മറ്റ് വാർത്തകളിലേക്ക്. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ സമയത്ത് നടത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുണ്ട് എന്ന് വിദ്യാർത്ഥികൾ. നിലവിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ പകുതി പാഠഭാഗങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിലെ ക്ലാസുകൾ ഭാഗികമായി ആരംഭിച്ചാലും 2.5 മാസം കൊണ്ട് റിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയും ഉണ്ടെന്നവർ പറയുന്നു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനു മുന്നോടിയായി ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിലെ 10-12 ക്ലാസുകൾ ഭാഗികമായി ആരംഭിക്കാനുമാണ് തീരുമാനം. എന്നാൽ കോവിഡ് കാലത്തെ പരീക്ഷണമായ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ പരീക്ഷയ്ക്ക് മുമ്പ് മുഴുവൻ പാഠഭാഗങ്ങളും പൂർത്തിയാക്കാനാകുമോ എന്ന ചോദ്യമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നത്. നിലവിൽ പലർക്കും ഓണപരീക്ഷയുടെ പാഠഭാഗങ്ങൾ വരെ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. പോർഷൻസ് ഒക്കെ അധികം കവറായിട്ടില്ല. ഓണം പോർഷൻസ് വരെ കവറായിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഇനി ഒരു 2.5 മാസത്തെ ഗ്യാപ്പും ഉണ്ട്. പബ്ലിക് എക്സാം നടത്താൻ പോകണം മാർച്ച് 10-ന്. 2.5 മാസം കൊണ്ട് ഒരു 10 ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ ടാസ്ക് തന്നെയാണത്. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജനുവരി 1 മുതൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലെത്തി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ റിവിഷൻ നടത്താൻ സൗകര്യമൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ വിഷയങ്ങളിൽ പരിശീലനം നൽകും. എന്നാൽ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഈ 2.5 മാസക്കാലം കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഫലവത്താകുമോ എന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. 2.5 മാസം കൊണ്ട് തീരുമോയെന്ന് ഇച്ചിരി ഡൗട്ടുണ്ട്. പകുതി വരെ നമുക്ക് റിവിഷൻ ചെയ്ത് വരാൻ പറ്റത്തുള്ളായിരിക്കും. ഈ മാർച്ച് 17-ാം തീയതി തന്നെ വന്നപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞത് ഏപ്രിൽ മെയ് ആ സമയമൊക്കെ ആകുമ്പോൾ ഇച്ചിരി നമുക്ക് എന്താ പറയുക ഒരു സമയം ഉണ്ടാവും നമുക്ക് ഇച്ചിരി പഠിക്കാനായിട്ട്. ഇപ്പോൾ സ്കൂളിൽ ക്ലാസ് ആണെങ്കിലും നമുക്ക് ഒരു വർഷം ഇങ്ങനെ ഫോളോ ചെയ്തു പോകാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു വർഷം ഫോളോ ചെയ്യാനുള്ള ഇത് എന്താ പറയുക ടൈം കിട്ടൂല നമുക്ക്. പരീക്ഷകൾ സമയത്ത് നടത്തുന്നതിനാൽ പാഠഭാഗങ്ങളിൽ കുറവ് വരുത്തി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്.